സൂപ്പർബ്. താങ്ക് യു സർ. പാട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ വായിച്ചപ്പോൾ തന്നെ ഈ പാട്ടിൻ്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലായി. വളരെ സ്വീറ്ററായിട്ടുള്ള നല്ല കേൾക്കാൻ സുഖമുള്ള ടോൺസ് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഒരു ആത്മാവിൽ നിന്ന് പാടുന്ന ഒരു ആത്മീയ ഗീതം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് നമുക്ക് കേൾക്കുന്നവർക്കുള്ള ഒരു അനുഭവം. 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനെ, ഏറ്റവും സുന്ദരനെ എന്ന്, വാട്ട് എ കൈൻഡ് ഓഫ് ഇമാജിനേഷൻസ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാ ബീജിയവും വ്യത്യസ്തമായ ഒരുപാട് ബീജിയത്തിൽ, തേർഡ് ബീജിയമിലൊക്കെ എനിക്ക് തോന്നുന്നത് മോഡുലേഷനൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഒരേ ട്യൂൺ പാടിയാലും പാട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെയാണ് എല്ലാവരും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എല്ലാം കൊണ്ടും പാട്ടിലെ ആ എൻഡിങ് പോർഷൻസൊക്കെ സോ ബ്യൂട്ടിഫുൾ. ദ വൈബ്രാറ്റോ, വാട്ട് യു ആർ ഗിവിംഗ്, വെരി കൺട്രോൾഡ് വൈബ്രാറ്റോ. ആ വൈബ്രാറ്റോയിൽ നല്ല ഫീലുണ്ട്, വെറുതെ വൈബ്രാറ്റോ അല്ല, കൺട്രോൾഡ് വൈബ്രാറ്റോ. ദാറ്റ് വാസ് വെരി നൈസ്. എല്ലാവരും നന്നായിട്ട് വായിച്ചു. ഗോഡ് ബ്ലെസ് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. പ്രിയ പാടുകയായിരുന്നില്ല, നിങ്ങളൊരു സർവീസ് വർഷിപ്പ് നടത്തുകയായിരുന്നു. വെരി മച്ച്. ഇത് കാണുന്നവരൊക്കെ ഇത് പാട്ട് കേൾക്കാനിരിക്കുന്നവരല്ല, അനേകം പേര് ഒരു വർഷിപ്പിലേക്ക് നിങ്ങൾ നയിച്ചു. പ്രൈസ് ഗോഡ്. നമ്മൾ ഓർക്കണം, ഈ പാട്ട് എഴുതിയത് ഒരു സായിപ്പാണ്, ഒരു ജർമ്മൻകാരനാണ്, റവറൻ വി നാഗൽ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. സമയമാം രഥത്തിൽ ഞാൻ, ഇതൊക്കെ സമ്മാനിച്ചത് ഒരു സായിപ്പാണ്. ഇത് റോഷൻ, ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിങ്ങൾ ചെയ്താണോ? മനോഹരമായിരുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ഇനി ഇതുപോലെ നിങ്ങൾ അനേകം വേദികളിൽ തമ്പുരാനെ പാടി സ്തുതിക്കുക കേട്ടോ, മറക്കരുത്. പ്രൈസ് ഗോഡ്.